യേശുവേ ആരാധന. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ, സ്തുതിക്കട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിന്നേ, ഹല്ലേലൂയ 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 യേശുവേ യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ ആലയത്തിലായിരിക്കുന്ന എല്ലാ മക്കളെയും കർത്താവിനോട് ചേർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 സ്തുതിക്കാം. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹൃദയം തുറന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങളടിച്ച് സന്തോഷത്തോടെ പാടാം. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ശ്രമിച്ച് പാടാം. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയതയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മനദിയായി ഒഴുകി എന്നിലിരുന്നു വാ, ആത്മശക്തിയായി ഒഴുകി എന്നിലിരുന്നു വാ, ആത്മനദിയായി ഒഴുകി എന്നിലിരുന്നു വാ, ആത്മശക്തിയായി ഒഴുകി എന്നിലിരുന്നു. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി. കൈകൾ ഉയർത്തിയടിച്ചുകൊണ്ട് ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയതയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കട്ടെ. ആരാധന ആരാധന. പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപകള് ഈ സമൂഹത്തിൽ വർഷിക്കുവാൻ കൃപയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഈ ധ്യാന ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും കൃപയാൽ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ. ആരാധന ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പെന്തക്കോസ്താനാളിലെ ആ മാളിക മുറി അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവനെ, പെന്തക്കോസ്താനാളിലെ ആ മാളിക മുറി അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവനെ, അഗ്നിജ്വാല പിളർന്നിറങ്ങി വാൻ കൊടുക്കാറ്റുപോൽ വീശി എന്നിൽ വാൻ, അഗ്നിജ്വാല പിളർന്നിറങ്ങി വാൻ കൊടുക്കാറ്റുപോൽ വീശി. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ശക്തിയോടെ ശക്തിയോടെ ശക്തിയോടെ. ഹല്ലേലൂയ എല്ലാ മക്കളെയും താരോട് ചേർത്ത് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദുരിതങ്ങളാൽ വലയുന്ന മക്കളെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സാമ്പത്തിക തകർച്ചയിൽ അകപ്പെട്ടിരിക്കുന്ന മക്കളെ പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന. ഹല്ലേലൂയ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി. യേശുവേ ആരാധന. Praise the Lord. Praise the Lord. നമ്മൾ വളരെ ഗൗരവതരമായ ഒരു ടോപ്പിക്കാണ് പരിശുദ്ധാത്മാവ് നമുക്ക് വിളമ്പി തന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഒന്നാമത്തെ കാര്യം, നിനക്ക് ഇൻട്രിൻസിക് ബോണ്ടേജ് ഉണ്ടെന്നാണ് ചോദിക്കണത് കർത്താവ്. ആന്തരികമായ അടിമത്തമുണ്ടോ? ആരാധനയ്ക്ക് നീ യോഗ്യനല്ല. ആന്തരിക അടിമത്തമുള്ളവർക്ക് ആരാധനയ്ക്ക് യോഗ്യമല്ല, അവകാശമില്ല. അതാണ് സംഭവം.
ആരാധനയുടെ അവകാശം എന്ന് പറയണത് നീ അവരെ വിട്ടു പോരണം. ആരുമായിട്ടാണ് ദൈവത്തിൽ നിരക്കാത്ത, അപ്പം ദൈവവിശ്വാസം ഇല്ലാത്തത് കൊണ്ടും ദൈവത്തെ ഭയപ്പെടാത്തത് കൊണ്ടും ദൈവത്തെ അംഗീകരിക്കാത്തത് കൊണ്ടുമാണല്ലോ ചില ആൾക്കാർ നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത്, ബന്ധുക്കളായാലും സ്വന്തപ്പെട്ടവരായാലും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ അവരെ പേടിച്ചാൽ, ആരെ പേടിക്കണമെന്ന് ഞാൻ പറയാം. ആരെ പേടിക്കേണ്ടത്? കൊന്നതിന് ശേഷം നരകത്തിൽ തള്ളിക്കളയാൻ കഴിയുന്നവനെ മാത്രം പേടിക്കുക. ആര്? ദൈവത്തെ മാത്രം പേടിക്കുക. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, അങ്ങേ മാത്രം പേടിക്കുന്ന അവസ്ഥയിലേക്ക് എൻ്റെ ജീവിതത്തെ നീ പുനഃക്രമീകരിക്കണമേ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഈ ആന്തരിക അടിമത്വം അദൃശ്യമായ തരത്തിലുള്ള വ്യക്തികളുടെ യജമാനത്തെ ഭാഗത്തെ മാനസികമായിട്ട് അംഗീകരിച്ച് കൊണ്ട് കൊടുക്കുന്നത് നമുക്ക് കർത്താവിൻ്റെ ശക്തി പൂർണ്ണ തോതിൽ നമ്മളിലേക്ക് ആവഹിക്കുന്നതിന് തടസ്സമായി വരും. ശക്തി ലഭിക്കത്തില്ല എന്നല്ല വചനം പറയണത്, മറിച്ച് പൂർണ്ണമായി ക്രിസ്തുവിൻ്റെ ശക്തി പൂർണ്ണമായി നിന്നിലേക്ക് ആവശ്യിക്കുന്നതിന് വേണ്ടി. അപ്പോൾ ദൈവത്തിൻ്റെ ലക്ഷ്യം എന്താണ്? പൂർണ്ണമായി നീ ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കണം. അപ്പോൾ പൂർണ്ണമായി ദൈവത്തിൻ്റെ ആശ്രയിക്കുമ്പോഴേ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് അതാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? കാര്യം ദൈവത്തിന് വേണമെങ്കിൽ ഡിവോയ്ഡ് ഓഫ് എനി റിലേഷൻ എനി മെറിറ്റ് നിന്നെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. ആരും നിന്നെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിലും ആരും നിന്നെ സഹായിച്ചില്ലെങ്കിലും ദൈവത്തിന് നിന്നെ ഏത് അവസ്ഥയിൽ നിന്ന് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നീ സമ്മതിക്കത്തില്ല. നീ എന്താ പറയണത്? നീ കുറേ ആൾക്കാരെ നീ കെട്ടിവരഞ്ഞ് പിടിച്ച് നിൽക്കുകയാണ്. അവരെന്നെ സഹായിക്കും, അവരെന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് വിസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്കവിടെ ഇംഗ്ലണ്ടിൽ അവരെനിക്ക് സ്ഥലം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, കിടക്കാൻ വേണ്ടിയുള്ള സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞ് ദൈവത്തെക്കാൾ പ്രാധാന്യം നീ ഓരോ ആൾക്കാർക്ക് കൊടുക്കും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അവർ നിന്നെ ഇട്ടച്ചും പോകുമ്പോൾ നീ ഇരുന്ന് മോങ്ങുകയും ചെയ്യും. നീ നിൻ്റെ കരച്ചിൽ നിൻ്റെ സൃഷ്ടിയാണ്. നിൻ്റെ കരച്ചിൽ നീ ആവശ്യമില്ലാത്ത ഇപ്പോൾ ഇറ്റ്സ് ഒരാൾ ദൈവം തിരുമനസ്സാകണമെങ്കിൽ വചനത്തിൻ്റെ നിലപാട് എന്താണ്? നാളെ ഞങ്ങൾ പട്ടണത്തിൽ പോകും, ഇന്ന വ്യാപാരം നടത്തും, ലാഭം ഉണ്ടാക്കും എന്ന് നിങ്ങൾ പറയരുത്. എന്താ പറയണ്ട? യാക്കോബ് ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. 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 ആരാധന 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 ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. ആരാധന 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 ആരാധന. വായിക്കുക, വായിച്ചോളൂ. യാക്കോബ് 4:13 വരെയുള്ള തിരുവചനങ്ങൾ. യാക്കോബ് 4:13. ഇന്നോ നാളെയോ പറഞ്ഞ ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരു വർഷം താമസിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന നിങ്ങളോട് ഒന്ന് പറയട്ടെ. നാളത്തെ നിങ്ങളുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കും എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ. അല്പനേരത്തേക്ക് പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന മൂടൽ മഞ്ഞാണ് നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്. ഇതാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്. എങ്ങനെയാണ്?
കർത്താവ് മനസ്സാകുന്നെങ്കിൽ കർത്താവ് മനസ്സാകുന്നെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും യഥായുക്തം പ്രവർത്തിക്കുകയും ചെയ്യും. ഇവിടെയാണ് പ്രശ്നം. ഇതാണ് എൻ്റെ താക്കോലെന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഓഫർ തരാം. ഓരോ ഓഫർ എന്ന് പറയുന്ന സംഭവമില്ലേ, ഓഫർ. ഈ ഓഫറിൻ്റെ കയത്തിലാണ് പലരെയും കെട്ടിയിട്ടിരിക്കുന്നത് പിശാച്. ഈ ഓഫറിൻ്റെ കാണാത്ത കയറിലാണ് പല ആൾക്കാരെയും പിശാച് കെട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ അവരിങ്ങനെ ഓഫർ തരാം, എന്താ ഇപ്പോൾ നിങ്ങൾക്ക് വീട് സ്ഥലമാകാം, അല്ലെങ്കിൽ അവരുടെ കൂടെ ഇംഗ്ലണ്ടിൽ അവരുടെ കൂടെ താമസിക്കാൻ പറ്റുമെന്ന് പറയണതാകാം. നിങ്ങൾക്കൊരു ഓഫർ തരികയാണ്. അപ്പോൾ പിന്നെ നിങ്ങൾ അവരുടെ മുമ്പിൽ വച്ചാനിച്ച് നിൽക്കുക ഉടനെ. മനസ്സിലായി, നീ അടിമയായി തീർന്നു, അവിടെ നിൻ്റെ തീർന്നു. പക്ഷേ എന്താ കാര്യം, നീ ഒരിക്കൽ മനുഷ്യൻ്റെ അടിമയായാൽ ദൈവത്തിൻ്റെ യജമാനത്വ ഭാവത്തിൽ നിന്ന് മാറും. പിന്നെ ദൈവം നിന്നെ തിരിഞ്ഞു നോക്കത്തില്ല. എന്താ കാര്യം, നീ ഓൾറെഡി സെക്യൂറായി. മനസ്സിലായി, ഒരു സെക്യൂറായി. എന്താ കാര്യം, ഓഫറിൻ്റെ കാണാത്ത കയറിൽ നിന്നെ കെട്ടിയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓർക്കുക, നിൻ്റെ കൃപയുടെ നീർച്ചാൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് യാക്കോബ് എന്താ പറയണത്, 4:13 എന്താ പറയണത്, നിങ്ങളിങ്ങനെ ചിന്തിക്കരുത്, ഓഫറൊക്കെ തരും ആൾക്കാർ, പക്ഷേ അതിനകത്ത് പോയി ഹൃദയം മയങ്ങി നിൽക്കരുത്. നിങ്ങൾ എന്താ പറയേണ്ടത്, ഇറ്റ്സ് ഓക്കെ, ക്ലിയർ. കർത്താവ് തിരുമനസ്സാകണമെങ്കിലാ ഞങ്ങൾ അവിടെ വരികയും വ്യാപാരം ചെയ്യുകയും ചെയ്യും. ഇല്ല കർത്താവിൻ്റെ തിരുമനസ് മറിച്ചാണെങ്കിൽ കർത്താവിൻ്റെ ഇഷ്ടം നിറവേറും. അപ്പോൾ അവിടെയെല്ലാം കർത്താവിനാണ് പ്രാധാന്യം വരേണ്ടത്. കൃപ ഒഴുക്കുന്നതിൻ്റെ തടസ്സത്തിൽ വരാൻ പോണത് ഈ ഓഫറിങ്ങാണ് വരണത്. ചിലപ്പോൾ ഓഫറിംഗ് എന്ന് ചിലപ്പോൾ നടക്കത്തുമില്ല, അതേസമയം നിന്നെ ദൈവത്തിൻ്റെ കൃപയും നിൽക്കത്തില്ല, നീ നിത്യതെണ്ടിയായിട്ട് മാറുകയും ചെയ്യും. ഒത്തിരി പേരാണ് ഇങ്ങനെ ഈ ബലിയാടുകൾ വരണത്, ഓഫറിൻ്റെ ബലിയാടുകൾ വരണത്. അപ്പം അതുകൊണ്ട് നീ ദൈവത്തിലേക്ക് വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഫുള്ളായിട്ടാണ് ദൈവത്തിലേക്ക് വരണത്. മനസ്സിലായില്ലേ, ദൈവത്തിലേക്ക് വരണത് ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ട് ഭാഗികമായിട്ടൊരാൾക്ക് ദൈവത്തിലേക്ക് വരാൻ പറ്റത്തില്ല. ഒരു അനുഷ്ഠാനം കാണിച്ചിട്ടേ ഒരു ഭാഗികമായിട്ട് ദൈവത്തിലേക്ക് വരാൻ പറ്റത്തില്ല. കർത്താവ് പറഞ്ഞു, നിനക്ക് ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കുക സാധ്യമല്ല. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. മത്തായി 6:24. മത്തായി 6:24. 2 യജമാനന്മാരെ സേവിക്കാൻ. കേട്ടോ, 2 യജമാനന്മാരെ ഒന്നും കണ്ടില്ലേ ഇവിടെ? അത് പറഞ്ഞ 2 യജമാനന്മാരെ സേവിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഒന്നുകിൽ ഒരുവനെ ദ്വേഷിക്കുകയും ഉപേക്ഷിക്കുകയും അപരനെ സ്നേഹിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അപരനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും മാമോനെയും സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അതാണ് വിഷയം. പല ആൾക്കാർക്കും കൃപ പൂർണ്ണമായിട്ട് കിട്ടാത്തതിൻ്റെ കാരണം 2 വള്ളത്തിൽ കാല് വെച്ചിരിക്കുന്നതാണ്. 2 കാലുണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് 2 വള്ളത്തിൽ വെക്കേണ്ടത് നിർബന്ധമില്ല. മനസ്സിലായില്ലേ? 2 കാലും കൂടി ഒരു വള്ളത്തിൽ വെക്കുമ്പോഴാണല്ലോ ആൾക്കാർ വീഴാതെ നിൽക്കണത്. അപ്പോൾ ഈ ഒരു ട്വിസ്റ്റിംഗ് ഉണ്ടാകുന്ന നോക്കണം. എല്ലാവർക്കും തന്നെ ഉണ്ട് ഈ വിഷയം. പല ആൾക്കാരും കൃപയിൽ പുരോഗമിക്കാത്തതിൻ്റെ കാരണം ദൈവത്തിനേക്കാൾ പ്രാധാന്യം വ്യക്തികൾക്കും ഇതുപോലെയുള്ള നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുത്തുമെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് നൽകുന്നതിലൂടെയാണ്. ഇത് എനിക്ക് തോന്നുന്നത് ഒരു 98% ആൾക്കാരും ഇതിൻ്റെ ഒരു വലയിലാണ് ശരിക്കും. ദൈവത്തിന് നിങ്ങളെ പൂർണ്ണമായി സഹായിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം നിങ്ങളുടെ പകുതി വേറെ ആരുടെ വായിലാണ്. അതാണ് വിഷയം. അത് വളരെ ശ്രദ്ധിച്ച് നോക്കേണ്ടതാണ്. അല്ല നിങ്ങളെ ഇങ്ങനെ കുറച്ച് ഇപ്പം എന്താ പ്രശ്നം വെച്ചാൽ ഇപ്പോൾ ഈ ആഷ്ലിയുടെ സാക്ഷ്യം നോക്കിയത്, നമ്മുടെ സാക്ഷ്യമല്ല പരിശോധിച്ചത്. ആഷ്ലി എന്താ പറയുന്നത്, ഐ ഹാവ് നോ സപ്പോർട്ടേഴ്സ്. എനിക്കിവിടെ വരാൻ പോലും അറിയത്തില്ല. ഞാനൊരു പെൺകൊച്ച്, അവൾ കൊച്ചാണേ, അത്രയും വലിയ എന്നല്ല. അവൾ ഒരു BC-ക്കാരത്തിയാണ്. പക്ഷേ നീലഗിരിയിൽ നിന്ന് വരണം, ബോർഡറിലാണ് താമസിക്കുന്നത്. അവിടെ നിന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം. പക്ഷേ ഉടമ്പടി എടുക്കും മാതാവിൻ്റെ ഈ കാര്യം കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു തോന്നൽ വന്ന് അമ്മയെല്ലാം ശരിയാക്കുമെന്ന്. അതാണ് ദൈവവിളിയെന്ന് പറയുന്നത്. നിനക്കുള്ള ഊണ് അമ്മ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മാതാവിൻ്റെ കാര്യം പക്ഷെ അവൾക്ക് വരണേ കുറേ പ്രശ്നങ്ങളുണ്ട്. എന്താണ്, ഒറ്റയ്ക്ക് വരണം, അവിടുന്ന് വരണം, ആരെങ്കിലും കൂട്ട് കിട്ടണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ പാവം എന്തൊരു 1 മാസത്തിനുള്ളിൽ വന്ന് ഉടമ്പടി എടുത്ത് എന്താ സംഭവം, ഉടമ്പടി എടുക്കുമ്പോൾ എന്താ അവൾക്ക് OIT എഴുതണം, വിദേശത്ത് പോയി ജോലി ചെയ്യണം. അതാണ് അവിടെ പ്രശ്നം. അതിന് അവൾക്ക് ഡീമെറിറ്റ്സ് കുറേ ഉണ്ട്. എല്ലാം മലയാളം മീഡിയം ആണ്. അത് കാരണം ഒരു മൊഡ്യൂൾസിൻ്റെ കയറാൻ രക്ഷയില്ല. സ്പീക്കിംഗ് കിട്ടത്തില്ല. അതുപോലെ തന്നെ
റൈറ്റിങ് കിട്ടത്തില്ല, പിന്നെ ഹിയറിങ്ങും ഒക്കെ എല്ലാം പോകും, റീഡിങ്ങും ഒക്കെ പോകും. അപ്പോൾ എങ്കിലും അമ്മ എന്നെ സഹായിക്കും, അതാണ് അവളുടെ വിഷയം. അവളത് മനസ്സിൽ പറയുന്നുണ്ട്, അമ്മ എന്നെ സഹായിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. കാര്യം ഞാൻ കുഞ്ഞുനാൾ മുതൽ അമ്മയെന്നും പറഞ്ഞ് നടക്കുന്ന ഒരാളാണ്. യാക്കോബീസ് ആണെങ്കിലും എൻ്റെ മനസ്സിൽ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കണം, എപ്പോഴും അമ്മയോടാണ് കൂടുതൽ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതെൻ്റെ അമ്മയെ വിളിച്ചതാണെന്ന് വിചാരിച്ചുകൊണ്ട് കക്ഷി ഇവിടെ വന്നു ഉടമ്പടി എടുത്ത് പോകും. ഉടമ്പടി എടുത്ത് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അവൾ ഉടനെ അവിടെ ലെവല് എഡ്യൂക്കേഷൻ ലെവൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. ബേസിക്സ് എല്ലാം പോയിരിക്കുകയല്ലേ. നിങ്ങളിപ്പോൾ 8ാം ക്ലാസ്സിലൊക്കെ ചിലപ്പോൾ ഞാൻ 8ാം ക്ലാസ്സിലെ കണക്കിന് അടികൊണ്ടിട്ടുണ്ട്. എന്താ കാര്യം? 6ാം ക്ലാസ്സിലെ കണക്ക് ഞാൻ പല ക്ലാസ്സിൽ ആബ്സെൻ്റ് ആയിരുന്നു. ബേസിക്സ് ഇല്ലാത്ത കൊണ്ടാണ് കണക്കിന് അടി മേടിച്ചത്. പിന്നെ ആ സാറ് 2 കൊല്ലം 3 കൊല്ലം പഠിപ്പിച്ചതാണ് കരക്കയറ്റിയത് ഞങ്ങളെല്ലാവരെയും. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ബേസിക്സ് പോയി കഴിഞ്ഞാൽ എല്ലാം പോയെന്ന് നമ്മളോട് നമ്മുടെ ഒപ്പോണൻസ് പറഞ്ഞുകൊണ്ടേയിരിക്കും. ബേസിക്സ് പോയിക്കാൽ എല്ലാം പോയി. എല്ലാം പോയെന്ന് തീരുമാനിക്കണം ആരാണ്? വഴിയെ പോകുന്ന ആൾക്കാർ, നമ്മൾ കണ്ടുമുട്ടുന്ന ആൾക്കാരാണോ? എല്ലാം പോയോ പോയില്ലെന്ന് തീരുമാനിക്കുന്നത് നിന്റെ കർത്താവ് മാത്രമാണ്. കൈയടിച്ച് കർത്താവ് ദിവ്യകാരുണ്യത്തിന് എന്നിട്ട് ഇവളുടെ കൃപയുടെ ലെവൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് ഇവർക്ക് കുറച്ച് നോട്ട് കൊടുക്കും. കാര്യം പുള്ളിക്കാരത്തേക്ക് മെറിറ്റില്ലല്ലോ. മെറിറ്റില്ല, പിന്നെ എന്താ ഉള്ളത്? ഗ്രേസ് അല്ലേ ഉള്ളൂ, കൃപയല്ലേ ഉള്ളൂ, യോഗ്യതയില്ല. പിന്നെ ഉള്ളത് എന്താ? കൃപയാണ്. കൃപയുടെ ലെവൽ വർദ്ധിപ്പിക്കണം. അതിന് ഇവൾ ചെയ്യണ കുറേ കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യം എന്ന് പറയുന്നത് ഈ കൃപാസനം പത്രം മേടിച്ചിട്ട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണമാണ്. അത് എല്ലാവർക്കും വിശ്വാസ പ്രമാണം എഴുതി കൊടുക്കും. അപ്പോൾ ദൈവത്തിൻ്റെ വേല ചെയ്യുമ്പോഴേ നമ്മൾ ദൈവത്തിൻ്റെ വേലയിൽ ഫുൾ ആൻഡ് ഫുൾ ഇൻവെസ്റ്റ് ചെയ്യണം. അല്ലാതെ നമ്മളെ കൊണ്ടുപോയി വേറെ ആർക്കെങ്കിലും ഒരു വേണമെങ്കിൽ ഒരു അനുഷ്ഠാനം പോലെ ആർക്കുണ്ടെങ്കിലും കൊണ്ട് ഓരോ വീട്ടിലേക്ക് കൊണ്ട് ഓരോ സാധനം ഇട്ടും പോരുകയല്ലേ. അങ്ങനെ ഒന്നും വർക്ക് ചെയ്താൽ ദൈവത്തിനറിയാം. ഇത് നീ ഒന്നാമത്തിൽ ഇതൊന്നും നിങ്ങൾ ചെയ്യണ പല കാര്യങ്ങളും പല സൽപ്രവൃത്തികളും അതിൻ്റെ വേണ്ടത്ര മാർക്ക് കിട്ടാത്തതിൻ്റെ കാര്യം അതിന് മരിയൻ മാർക്കിങ്ങിലേക്ക് വരാത്തത് കൊണ്ടാണ്. മനസ്സിലായില്ല? നിങ്ങളൊത്തിരി സൽപ്രവൃത്തി ചെയ്യുന്നില്ലേ? പക്ഷെ അതിനൊന്ന് ചില സൽപ്രവൃത്തിക്ക് ഇപ്പം നമ്മളൊരു ചോദ്യത്തിന് ഒരു ഉത്തരവുണ്ടല്ലോ, ആ ഉത്തരം എഴുതുമ്പോൾ ചില സാറുമാർ നമ്മൾ എത്ര കിണ്ണം കാഴ്ചയായിട്ട് എഴുതിയാലും ശരി 10 മാർക്ക് ഉണ്ടെങ്കിൽ 6 മാർക്കേ തരത്തുള്ളൂ. 7 മാർക്ക് തരാത്തതിന് അവർക്ക് കൈവറക്കും ഉടനെ. അവരുടെ രീതി അതാണ്. ഇതുപോലെ തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്ര സൽപ്രവൃത്തികൾ ഭംഗിയായിട്ടൊക്കെ ചെയ്താലും അതൊരു മരിയൻ മാർക്ക് അതിന് വരണം. എന്നാൽ മാത്രമേ അതിൻ്റെ അകത്ത് ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ രോഗികളെ കണ്ടു അല്ലെങ്കിൽ രോഗികളെ കുടുംബത്തിൽ ചെന്ന് അപ്പൂപ്പനെ കുളിപ്പിച്ചു, അതെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ കാഴ്ചവെച്ചു, ആശുപത്രിയിൽ കൊണ്ട് ഭക്ഷണം കൊടുത്തു, അല്ലെങ്കിൽ പൈസ ഇല്ലാത്തവർക്ക് പൈസ പഠിക്കാൻ വേണ്ടി പൈസ കൊടുത്തു. ഇങ്ങനെയൊക്കെ ഒത്തിരി സൽപ്രവൃത്തികൾ നമുക്ക് ചെയ്യാം. പക്ഷേ അതിനൊരു മരിയൻ മെഷർമെൻ്റ് ഉണ്ട്. എന്ത് ചെയ്യുന്നതെന്നല്ല പ്രശ്നം, എന്തു മനോഭാവം കീപ്പ് ചെയ്യുമ്പോഴേ ഉടമ്പടി എടുത്തല്ല ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും എന്നാൽ ചെയ്തേക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യാം. നമുക്ക് അതിന് സാങ്കേതികം എന്നാണ് പറയണത്. സാങ്കേതികമായിട്ട് ചെയ്യാം. സാങ്കേതികമായി ചെയ്താൽ ചിലപ്പോൾ 10ൽ 5 മാർക്ക് കിട്ടും. നമുക്ക് കിട്ടുന്ന 10ൽ 9 മാർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മരിയൻ മാർക്കിങ്സിൽ മരിയൻ മെഷർമെൻറ്റിൽ ചെയ്യണം. മരിയൻ മെഷർമെൻറ്റ് എന്താണ്? ഒരു സൽപ്രവൃത്തി ഉടമ്പടി വിധിപ്രകാരം ചെയ്യുമ്പോൾ അതിന് ഉപയോഗിക്കേണ്ട മരിയൻ മെഷറാണ് ഉപയോഗിക്കേണ്ടത്. മനസ്സിലായില്ലേ? മെഷർമെൻറ്റ് പല കാര്യങ്ങളില്ലേ. ഇപ്പോൾ ടെമ്പറേച്ചറൊക്കെ അളക്കുന്നെങ്കിൽ തെർമോമീറ്റർ ഇല്ലേ, അപ്പോൾ കാലാവസ്ഥയൊക്കെ അളക്കുന്ന സിസ്മോമീറ്റർ. ഇങ്ങനെ ഓരോരോ അവസ്ഥകൾക്ക് വ്യത്യസ്തമായ അളവുകോലാണ് ഉള്ളത്. അവസ്ഥകൾ അളക്കുന്നത് വ്യത്യസ്തമായ അളവുകോല് കൊണ്ടാണ് അല്ലേ. അതിന് ഉടമ്പടിയുടെ സൽപ്രവൃത്തികൾ അളക്കുന്നത് മരിയൻ മെഷർ ഉപയോഗിച്ചാണ്. മരിയൻ മെഷർ എന്ന് പറഞ്ഞാൽ എന്താ? അത് അമ്മ കൈവരിച്ച മനോഭാവങ്ങളാണ്. ഒരു വിഷയം നമ്മൾ ചെയ്യുമ്പോൾ മാതാവിൻ്റെ മനോഭാവം ഉണ്ടാകണം. മാതാവിൻ്റെ മനോഭാവം ഉണ്ടാകുമ്പോഴാണ് അതിന് ഫുൾ മാർക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ അത് സാങ്കേതികമായി പോകും. പറഞ്ഞൊപ്പിച്ച് എണ്ണി ഒപ്പിച്ച് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ ആൾക്കാർ. എണ്ണി ഒപ്പിച്ച് ചെയ്യാം.
ഇപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ മരിയം മെഷർ എന്ന് പറയുന്നത് ഇപ്പം അമ്മയാണ് ഉടമ്പടി പ്രകാരം ഇതാ കർത്താവിൻ്റെ ദാസി അങ്ങനെ വചനം പോലെ എല്ലാം നിറവേറട്ടെ എന്ന് പറഞ്ഞ് ഉടമ്പടി ചെയ്താണ് അമ്മ ഉണ്ണീശോനെ ഗർഭം ധരിച്ചത്. മനസ്സിലായില്ല? അത് ഉടമ്പടിയാണേ. ഒരു കന്യയെ ഗർഭം ധരിച്ച് പുത്തനെ പ്രസവിക്കുമെന്ന് പറയുന്നത് ഉടമ്പടിയാണ്. ആ ഉടമ്പടി അമ്മയ്ക്ക് ഉണ്ണിയെ കിട്ടാൻ വേണ്ടി അമ്മ ചെയ്തതും ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ, അവൻ പറയണ പോലെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഉടമ്പടി ചെയ്താണ് അമ്മ ഉണ്ണീശോനെ ഗർഭം ധരിച്ചത്. ആ അമ്മയുടെ മെഷർമെൻ്റാണ് മരിയം മെഷർ. അതെന്ത് രീതിയിലാണ് അമ്മ അത് സ്വീകരിച്ചത്? അതിൽ നിന്ന് ആ ഉടമ്പടി പ്രകാരം അമ്മയ്ക്ക് എന്തുമാത്രം പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. നാട്ടിൽ നിന്ന് പോകേണ്ടി വന്നു, വീട്ടിൽ നിന്ന് പോകേണ്ടി വന്നു, അല്ലേ? അജ്ഞാതമായ രാജ്യത്ത് പോയി പെരുവഴി കിടന്ന് പ്രസവിക്കേണ്ടി വന്നു. അങ്ങനെയൊക്കെയുള്ള എല്ലാവിധ ന്യൂനമർദ്ദങ്ങൾ, ആത്മീയ കാലാവസ്ഥയുടെ ന്യൂനമർദ്ദങ്ങളിലൂടെ എല്ലാം അമ്മ കടന്നു പോകുമ്പോൾ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നൊരു മരിയൻ മെഷറുണ്ട്. മനസ്സിലായില്ലേ? നിങ്ങളുടനെ രോഗീനെ പോയി കുളിപ്പിച്ച് 2 സോപ്പിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ആട്ടി വെച്ച് കൊണ്ടുവന്ന് കുറച്ച് വെള്ളം കോരി വെച്ച് ഉടനെ ഇൻ്റർനെറ്റിൽ വിസ വന്നാന്ന് അടിച്ച് നോക്കിയാൽ പണി തെണ്ടിയത് തന്നെ. പല അണ്ണന്മാരും ചേച്ചിമാരും പെങ്ങന്മാരും ചെയ്യണത് ഇങ്ങനെയാണ്. ഓരോ പണി ചെയ്യും, ചെയ്തിട്ട് നമ്മൾ ഇൻ്റർനെറ്റിൽ നോക്കും, വിസ വന്നാന്ന് നോക്കും. എൻ്റെ മകളെ, എന്ത് പറയാനാണ് നിന്നെക്കുറിച്ച്? ഇങ്ങനെയല്ല ദൈവത്തോട് ഇടപെടേണ്ടത്. ഓരോ കാര്യം ചെയ്തിട്ട് വന്നിട്ട് കമ്പ്യൂട്ടർ നോക്കും, ഓഫർ ലെറ്റർ വന്നാന്ന് നോക്കും, റിസൾട്ട് വന്നാൽ സർട്ടിഫിക്കറ്റ് വന്നാൽ നോക്കും. അങ്ങനെ ദൈവത്തിനെ ഭീഷണിപ്പെടുത്തി നോക്കുകയല്ല. നിൻ്റെ നക്കാപ്പിച്ച കൊണ്ടാണ് ദൈവം ജീവിക്കുന്നത്. നിനക്ക് ദൈവം കൃപ തന്നതുകൊണ്ട് ഞാൻ ചെയ്യുന്നു, അല്ലെ നിനക്ക് ചെയ്യാൻ പറ്റത്തില്ല. കൈ കാര്യം പൊങ്ങാത്ത എത്രയോ മനുഷ്യരുണ്ട്. കൈ കാര്യം പൊങ്ങുന്നതിന് ആദ്യം ദൈവത്തോട് നന്ദി പറയുക. ശ്രുതികണ്ട ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തെ പ്രതി കാരുണ്യപ്രവൃത്തികൾ ചെയ്യാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണം. ആരാധന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആഷ്ലി എന്താ ചെയ്യണമെന്നറിയാവോ? ആഷ്ലി പിന്നീട് ചെയ്തത് കുറേ നിലഗിരിയിലല്ലേ കുറേ തമിഴ് പത്രങ്ങൾ വാങ്ങിക്കും. 2ാമത്തെ വരവിന് കുറേ തമിഴ് പത്രങ്ങൾ വാങ്ങിക്കും. തമിഴ് പത്രങ്ങൾ വാങ്ങിച്ചിട്ട് പക്ഷേ തമിഴ് ഇവർക്ക് അറിയത്തില്ല. തമിഴ് വിശ്വാസപ്രമാണം ചിലരെ എഴുതണമല്ല, അത് ആൾക്കാർക്ക് കൊടുക്കണമല്ലോ, അതാണ് അവൻ്റെ രീതി. അതൊക്കെ അറിയത്തില്ല. ആങ്ങളെ കൊണ്ട് കുത്തിയിരുന്നത് തമിഴ് വിശ്വാസപ്രമാണം എഴുതിക്കും. ഓരോ മനുഷ്യന്മാർ ദൈവത്തിൻ്റെ അടുത്ത് അടുക്കണ രീതി പറഞ്ഞു തരികയാണ്. അത് നിങ്ങളീ കാണിച്ചു കൊണ്ടിരിക്കുന്ന നേർച്ച ഇടൽ പരിപാടിയുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. ഉടമ്പടി നേർച്ച പോലെ ഇടച്ചും പോയി അണ്ണന്മാരില്ലേ, അതുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. അവർ അത് വാങ്ങിച്ചിട്ട് സന്തോഷത്തോടെ പോയി ജോലി ചെയ്യണം. എന്നിട്ട് എന്താ നമ്മുടെ റിസൾട്ട് ദൈവത്തിന് ഏൽപ്പിക്കണം. ദൈവത്തിന് ഇഷ്ടമുള്ളപ്പോൾ ദൈവം ഇഷ്ടമുള്ള പോലെ കൃത്യമായിട്ട് ചെയ്യും. ഞാൻ എൻ്റെ ദൈവത്തെ വിശ്വാസത്തിൽ എടുക്കുന്നു. അല്ലാതെ നീ ഇങ്ങനെ നക്കാപ്പിച്ച ഓരോ കാര്യം ചെയ്തും എൻ്റെ ആനക്കാര്യം ചെയ്തെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ദൈവം എനിക്കത് ചെയ്തതെന്ന് ദൈവമായിട്ട് ബാർഗൈൻ ചെയ്യണ പരിപാടിയല്ല. അങ്ങനെ ബാർഗൈൻ ചെയ്യണമെങ്കിൽ ഇവർക്ക് ബാർഗൈൻ ചെയ്യാൻ പറ്റുന്നത്രയും നമുക്ക് ബാർഗൈൻ ചെയ്യാൻ പറ്റുമോ? അവർ അമലോത്ഭവയാണ്. കുഞ്ഞുനാൾ മുതൽ ദൈവം എന്ന് പറഞ്ഞ് 4 വയസ്സ് കഴിഞ്ഞിട്ട് ഏതാണ്ട് പള്ളി തന്നെയാണ് 12ാം വയസ്സ് വരെ താമസിച്ചത്. ഈ വചനം മുഴുവനും കേട്ടത് സാമൂലിൻ്റെ അമ്മ പറഞ്ഞ സങ്കീർത്തനങ്ങളാണ് അവർ സ്വസ്ത്രഗീതമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതവർ അന്ന് കാണാൻ പഠിച്ചാണ്. അവിടെ അന്ന് ദേവാലയത്തിൽ താമസിച്ച് 4 വയസ്സ് തൊട്ട് 12 വയസ്സ് വരെ ദേവാലയത്തിൽ അമ്മ താമസിച്ചപ്പോൾ ആ ദേവാലയത്തിൽ വായിച്ചു കേട്ട സങ്കീർത്തനങ്ങളെല്ലാം കാണപ്പാടമാണ് ആളിനെ. അതാണ് സാമൂലിൻ്റെ അമ്മ പറഞ്ഞിരുന്ന ഗർഭം ധരിച്ച് പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ തന്നെയാണ് 3/4 അമ്മയുടെ സ്വസ്ത്രഗീതത്തിൽ വരുന്നത്. അത്രയും വചനത്തോട് ഫോണ്ടാണ്, വചനത്തിൻ്റെ ദാസിയായിട്ട് ജോലി ചെയ്താണ്. അതാണ് പറയണത്. വചനം കേൾക്കുമ്പോൾ അമ്മ പറയുന്ന വാക്ക് ഇതാ കർത്താവിൻ്റെ ദാസി എന്നാണ്. വചനത്തിൻ്റെ മുമ്പിൽ മകളും മകനുമാകാൻ പറ്റത്തില്ല, നമുക്ക് ദാസനും ദാസിയുമാകാൻ പറ്റത്തുള്ളതെന്ന് ലോകത്തോട് പറയുന്നത് അമ്മയാണ്. കൈയിട്ടിച്ച് കർത്താവ് വാഗ്ദാന പേടകമേ സ്വർഗീയ പൊന്മലരേ കൃപാസനത്തിൻ്റെ അമ്മേ പ്രസാദപരമാതാവേ വാഗ്ദാന പേടകമേ
പ്രസാദപരമാതാവേ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അവസാനം പരിശുദ്ധാത്മ പറഞ്ഞ എന്താണ്? വചനത്തിൻ്റെ മുമ്പിൽ മകനും മകളും ആകാൻ നമുക്ക് പറ്റത്തില്ല. കാര്യം വചനം ആരാണ്? ആദ്യം വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് മകനും മകളും ആകാൻ പറ്റുന്നതിനേക്കാൾ എളുപ്പം ദാസനും ദാസിയുമാകുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ദാസനും ദാസിയുടെയും ഫീച്ചർ എന്താണ്? വാട്ട് ഇസ് ദ ഫീച്ചർ ഓഫ് ദി സെർവൻസ്? എന്താണത്? എൻ്റെ ദാസൻ തർക്കിക്കുകയോ ബഹളമുണ്ടാക്കുകയില്ല. That is the feature of a servant. Take the word of God. Isaiah 53. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശയ്യ 53:7. യെശയ്യാ 53:7. അവൻ മർദ്ദിക്കപ്പെടുകയും പറഞ്ഞു, അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെ അവൻ മൗനം പാലിച്ചു. അവൻ തർക്കിക്കുകയോ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് ബഹളമുണ്ടാക്കുകയില്ല. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ നന്ദി, യേശുവേ ആരാധന. ആരാധന 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 ആരാധന. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ. മത്തായി 12:18. മത്തായി 12:18. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ. പറഞ്ഞേ, ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ. എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. ഞാൻ അവന്റെ മേൽ എൻ്റെ ആത്മാവിനെ അയക്കും. അവൻ വിജാതിയരെ ന്യായവിധി അറിയിക്കും. അവൻ തർക്കിക്കുകയോ ബഹളം കൂട്ടുകയോ ഇല്ല. ഓക്കെ, ക്ലിയർ അല്ലേ? എന്ന് വെച്ചാൽ ഐസയ്യാ 53:7 അവൻ മൗനം പാലിച്ചു എന്ന് പറയുന്നതും മത്തായി 12:17-18 അവൻ തർക്കിക്കുകയോ ബഹളമുണ്ടാക്കുകയില്ലെന്ന് പറയുന്നതും സിംഗിൾ ഇൻസിഡൻറ്റ്, സിംഗിൾ എക്സ്പീരിയൻസാണ്. എൻ്റെ ദൈവപൈതലെ, വെൻ യു ആർ എ സെർവൻറ്റ്, ദിസ് ഇസ് ദ ഫീച്ചർ ഓഫ് എ സെർവൻറ്റ്. നിങ്ങൾ ദൈവത്തിരുസന്നിധി വരുമ്പോൾ വചനത്തിൻ്റെ ദാസനോ ദാസ്യോ ആകാതെ മറ്റൊന്നുമായിട്ട് ഒരു കഥയുമില്ല. അങ്ങനെ നിങ്ങൾ വചനത്തിൻ്റെ ദാസനും ദാസ്യവുമായാൽ യേശുവിനെപ്പോലെയും അമ്മയെപ്പോലെയും നിങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിക്കേണ്ടി വരും. അല്ലാതെ ഓരോരോ വിഷയം ചെയ്തിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് കിട്ടിയില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഈ ചില യൂണിയൻ നേതാക്കന്മാരെ പോലെ ഈ യൂണിയനിൽ ജോലി ചെയ്യത്തില്ലേ, ചുമട്ട് തൊഴിലാളികളൊക്കെ ജോലി ചെയ്തിട്ട് അവർ ഓരോ ചുമട് ജോലി ചെയ്തേച്ചും വന്ന് വീട്ടുകാരനുമായിട്ട് ഭയങ്കര തിരക്കിക്കും, ചിലപ്പോൾ തന്തക്കും പിടിക്കും. അത് നിങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം ഇരിക്കണത്? ഒരു വ്യത്യാസവും ഇല്ല. എല്ലാവരും അങ്ങനെ ചെയ്യുന്നതല്ല പറഞ്ഞത്. അങ്ങനെ ചെയ്യുന്നവരുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ പറയണത് എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇതുപോലെ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചുമട്ടറക്കം ചെയ്തേച്ചും ഉടനെ ദൈവത്തിൻ്റെ അടുത്ത് വന്നിട്ട് തർക്കിക്കുകയും ബഹളം ഉണ്ടാക്കുകയും ചെയ്യും. ഞാൻ അങ്ങനെ ചെയ്തില്ലേ, ഞാൻ ഇങ്ങനെ ചെയ്തില്ലേ, എന്നിട്ട് എനിക്കെന്താണ് വിസ വരാഞ്ഞത്? ഇതാണ് പ്രശ്നം. ഞാൻ പറഞ്ഞത്, യു ആർ നോട്ട് എലിജിബിൾ ഫോർ ബീയിങ് എ ക്രിസ്ത്യൻ. നിങ്ങളുടെ ക്രിസ്ത്യാനി ആയിരിക്കാൻ യോഗ്യതയുള്ള വ്യക്തിയല്ല. നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ഇത് ഉടമ്പടി സത്യസന്ധമായിട്ട് ദൈവത്തെ അന്വേഷിക്കുന്ന ദൈവ സംവിധാനമാണ്. സത്യസന്ധമായിട്ട് ദൈവത്തെ അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ യു മസ്റ്റ് നോ ഹൗ ടു ഡീൽ വിത്ത് ഗോഡ്. നിങ്ങൾ ദൈവവുമായിട്ട് എങ്ങനെയാണ് ഒരു ഇടപെടണമെന്ന് അറിയണം. ദൈവത്തെക്കുറിച്ചൊരു ഇടപെടൽ ഈ അമ്മയെപ്പോലെ ആർക്കും ഇടപെടാൻ പറ്റത്തില്ല ദൈവത്തിൻ്റെത്. വൈ മേരി ചോസൺ, വൈ മേരി സെലക്റ്റഡ് ആസ് ദ മദർ ഓഫ് ഗോഡ്? എന്തുകൊണ്ടാണ് അമ്മയെ ദൈവം അമ്മയാക്കാൻ തീരുമാനിച്ചത്? അത് അവളുടെ നിലപാട് കൊണ്ടാണ്. ഇതിൻ്റെ ഇരട്ടി സംഭവം ലോഡ് കയറിയാലും അമ്മ ബാർഗെയിൻ ചെയ്യത്തില്ല,
തർക്കിക്കത്തില്ല, ബഹളമുണ്ടാക്കത്തില്ല. അവർ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയുള്ളൂ. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, ഉടമ്പടി വിഷയങ്ങളുടെ മേലെ ഞാനും നീയും തമ്മിൽ ഉണ്ടായിരിക്കുന്നത് ഒരു വലിയ ഉടമ്പടി ബന്ധമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിന്റെ അവകാശങ്ങളെല്ലാം നീ എനിക്ക് വേണ്ടി ചൊരുക്കൂട്ടിയതാണെന്ന്, അത് നിന്റെ മനസ്സിന് അനുപേക്ഷണമായ കാലസമയങ്ങളിലെ എനിക്ക് നൽകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അപ്പോഴപ്പോൾ വരുന്ന നെഗറ്റീവ് എക്സ്പീരിയൻസ്, മോശമായ അനുഭവങ്ങളോട് തകർക്കാനോ ശണ്ട കൂടാനോ സാധാരണ മനുഷ്യരെ പോലെ പെരുമാറിക്കൊണ്ട് നിന്റെ സന്നിധിയിൽ നിന്ന് തള്ളപ്പെടാനോ ഇടവരുത്തല്ലേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ ഈശോയെ തർക്കിക്കാതെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞെട്ടിപ്പിച്ചുകൊണ്ട് ആഷ്ലിയുടെ റിസൾട്ട് ഒറ്റ സിംഗിൾ അറ്റംപ്റ്റ്, ഒറ്റ പരീക്ഷ എഴുതിയിട്ടുള്ളൂ. എല്ലാം ഒരു ദിവസം കവർ ചെയ്ത് കൈയടിച്ച് കർത്താവിന് ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെ നിങ്ങളോട് ശാസിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് നീരസം തോന്നരുത്. ഞാൻ നിങ്ങളെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ്. എക്സ്ട്രാക്ഷൻ എൻ്റെ അകത്ത് മെയിൻ സംഭവമാണ്. കുറേ സംഭവങ്ങൾ ഉടമ്പടിയിലുണ്ട്. ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. രണ്ടാമത്തത് പ്രസൻസ്, ദൈവത്തിൻ്റെ സാന്നിധ്യം ഫീൽ ചെയ്യണത്. കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷി ഇവിടെ ഉണ്ടായി. അതായത് ഇവർ വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. ഞാനത് ഇവിടെ നിന്ന് കേട്ടതാണ്. എന്താണ് സിറ്റുവേഷൻ ഞാൻ ഓർക്കണില്ല. ഇവർ പറയുന്നത് എൻ്റെ മനസ്സിൽ തറച്ചൊരു സാധനമുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ എൻ്റെ അമ്മേ നീ എങ്ങാനും ഇവിടെ ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു പോയെന്നാണ് അവർ പറയണത്. എൻ്റെ അമ്മേ, ഇപ്പം ഞാൻ ഒരിടത്തും ഇല്ലാത്ത അവസ്ഥയായി. എൻ്റെ അമ്മേ നീ എങ്ങാനും ഇവിടെ ഉണ്ടോ എന്ന് ഞാൻ കരഞ്ഞു ചോദിച്ചു പോയി. ആ സെക്കൻഡിൽ ആ പ്രദേശം മുഴുവനും സുഗന്ധാഭിഷേകം ഉണ്ടായിരുന്നു. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാൻ ഉടമ്പടി രണ്ടാമത്തെ ഘട്ടം പ്രസൻസ് ഓഫ് ഗാഡ്. കഴിഞ്ഞ ദിവസം വേറെ ഒരു നല്ലൊരു സാക്ഷി, ഇതുപോലെ എൻ്റെ സാക്ഷി ഉണ്ട്. അത് ആരാണ്? ടെസ്സിമോൾ വിനോദ്, കാഞ്ഞൂര്. ഒരു വർഷങ്ങളായിട്ട് കാനഡയിലാണ്, 8 വർഷമായിട്ട് കാനഡയിലാണ്. ടെസ്സിമോളിൻ്റെ സാക്ഷ്യം കയറി പോകുന്നുണ്ട് ശരിക്കും. എന്താ അവിടെ സാക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ അവർ നേഴ്സാണ്, പക്ഷേ കുറേ ഗ്യാപ്പുള്ള ആളാണ്. കുറേ കാലം നേഴ്സ് പണി ഇല്ലായിരുന്ന ആളാണ്. ഹസ്ബൻഡ് ജോലിയില്ല. ഇതെവിടെ? കാനഡയിലാണ്. നാട്ടിലല്ലേ, നാട്ടിൽ ജോലിയാണെങ്കിൽ ബന്ധുക്കളൊക്കെ നമ്മൾ എങ്ങനെയൊക്കെ നമുക്ക് ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കാനഡയിലൊന്നും ജോലി ഇല്ലെങ്കിൽ പിന്നെ ജീവിക്കാൻ പറ്റത്തില്ല.
എല്ലാം ഇങ്ങനെ കാർഡ് ബൈ പേ അല്ലേ. പേയ്മെൻറ്റ് എവിടെയെങ്കിലും പോയാൽ പിന്നെ ഉടനെ സിവിൽ പോയിൻ്റ് പോകുകയും എല്ലായിടത്തും നമ്മളത് ബാധിക്കും. അപ്പോൾ ഇവർ ജോലിയില്ലാത്ത കുറേ ദിവസങ്ങൾ ഇവർക്ക് വന്നപ്പോൾ ഇവർക്ക് കിട്ടിയ കച്ചിത്തുരുമ്പ് എന്താണ്? ലൈറ്റക്കാൻ്റെ പെർ റിക്വസ്റ്റാണ്. അമ്മ ഇത് തന്നപ്പോൾ അന്ന് അമ്മ എത്രയോ വർഷങ്ങൾ ഉടമ്പടി തരുന്നതിന് മുമ്പ് ലൈറ്റക്കാൻ്റെ ആ ഒരു ഉടമ്പടിക്ക് മുമ്പ് ഉടമ്പടി തരുന്നതിന് 3 മാസം മുമ്പാണ് അമ്മ ലൈറ്റക്കാൻ്റെ പെർ റിക്വസ്റ്റ് തന്നത്. നിങ്ങൾക്കറിയാമോ, ഒരു ദിവസം 4000 പേരൊക്കെ ലൈറ്റക്കാൻ്റെ പെർ റിക്വസ്റ്റ് ചെയ്യണം. എന്ത് റഷാണ് വെബ്സൈറ്റിൽ. അപ്പോൾ എന്തുമാത്രം മനുഷ്യന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നേരെ ലൈറ്റക്കാൻഡിൽ ചെയ്ത് ഇറങ്ങണത് വെച്ചാൽ അവർ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ആസ്തി ഭയങ്കരമാണ്. അത് നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 86 മുതലുള്ള ആസ്തിയുണ്ട്, ആധ്യാത്മിക ആസ്തി. അതിലേക്കാണ് നിങ്ങൾ അഭയം പ്രാപിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ചിലപ്പോൾ 2 ദിവസം കഴിയും അത് റിക്വസ്റ്റൊക്കെ സെലക്ട് ചെയ്ത് കാര്യം ഇവിടെ സ്റ്റാഫ് കുറവാണ്. IT സെക്ഷൻ്റെ സ്റ്റാഫ് കുറവായത് കാരണം ഓവർ ടൈം ചെയ്താണ് ഇതൊക്കെ ചെയ്യണത്. അപ്പോൾ ചിലപ്പോൾ ഒരു ദിവസം താമസിക്കും. നിങ്ങളുടെ കാര്യം ദൈവം നടത്തി തരും. എന്താ, നിങ്ങളുടെ കൃപാസന അമ്മയുടെ അടുത്തേക്കാണ് അഭയം പ്രാപിച്ചിരിക്കുന്നത്. അതിനൊരു മീഡിയ ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്തുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യണത്? ഇതിങ്ങനെയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഒരു ആധ്യാത്മിക ആസ്തിയുടെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ ഒരു ടെസ്സി വിനോദിന് കിട്ടിയിരിക്കുന്നത് അങ്ങനെ ഒരു ലിങ്കാണ്. ലിങ്ക് കിട്ടിയപ്പോൾ ടെസ്സി വിനോദ് ലൈറ്റക്കാൻ്റെ റിക്വസ്റ്റിലേക്ക് 6 കാര്യങ്ങൾ അടിച്ചു കയറ്റിയിട്ട് ഒന്നാമത്തെ കാര്യം എൻ്റെ ഭർത്താവിന് സ്ഥിരമായൊരു ജോലി വേണമെന്നുള്ളതാണ്. കാരണം നിക്കക്കളിയില്ല, കാനഡയിൽ നിക്കക്കളിയില്ല, നാട്ടിൽ പോലും ജോലിയില്ലെങ്കിൽ നിക്കക്കളിയില്ല. അപ്പോൾ അവിടെയുള്ള അവസ്ഥ എന്താ, 2 പേർക്കും ജോലിയില്ല. അപ്പോഴവിടനെ അതിന് 6 ദിവസത്തിനുള്ളിൽ അമ്മ റെസ്പോണ്ട് ചെയ്ത് സ്ഥിരമായ അടിപൊളി ജോലി കൊടുത്തു. പിന്നെ ഇവർ പക്ക ഇങ്ങനെ പതുക്കെ കയറി വന്നെ കാണാം. അവരുടെ ജോലി കിട്ടുന്നു, അവർ ഇൻ്റർവ്യൂവിന് പോകുന്നു. ഇത്രയും നാൾ എത്രയും ഇൻ്റർവ്യൂവിന് അവർ പോയിട്ടുണ്ട്, ഒരു പട്ടിയും തിരിഞ്ഞു നോക്കിയിട്ടില്ല അവരാ. പക്ഷേ ഇപ്പോൾ അമ്മ കൂടി പോകുമ്പോൾ ഇതാണ് അമ്മയുടെ സഞ്ചാര സാന്നിധ്യം എന്ന് പറയണത്. ഇപ്പം കൊടുത്തപ്പോൾ ഒരു ഹോസ്പിറ്റലുകാരെ വിളിച്ചപ്പോൾ എൻ്റെ ആദ്യം ഇൻ്റർവ്യൂ അവിടെ ഭാഷയും കാര്യങ്ങളൊക്കെ കുറച്ച് പ്രശ്നമുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ലാതെ അവരെ ഹോസ്പിറ്റലിൽ കയറി. ഒരു ലൈഫ്, ഒരു തകർന്നു പോയ ഒരു ലൈഫ് വെറുതെ ഒരു കമ്പ്യൂട്ടർ പ്രയോഗത്തിലാണ് സെറ്റ് ചെയ്ത് വരുന്നത്. ഒന്ന് ചിന്തിച്ച് ചോദിക്കാം മക്കളെ. അപ്പോൾ ദൈവം എന്തുമാത്രം ഹോണർ ചെയ്യുന്നോ എന്ന് നിങ്ങൾക്ക് അതുകൊണ്ട് മനസ്സിലാക്കാം. ടെസ്സി അതിനുശേഷം ലൈഫൊന്ന് ക്രമീകരിച്ച് ദൈവത്തെ തിരിച്ചറിഞ്ഞപ്പോൾ പിന്നെ എല്ലാ ദിവസവും 1/2 മണിക്കൂർ പോയി അടുത്തുള്ള കത്തോലിക്ക പള്ളിയിൽ പോയി കർത്താവിൻ്റെ അടുത്തിരിക്കും. അത് നല്ല സാക്ഷ്യമാണ്. ആരും ചെയ്യാത്തൊരു സാധനമാണ്. നിങ്ങൾ ആരും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളെക്കൊണ്ട് ചെയ്യിക്കണത് ദൈവം തന്നെയായിരിക്കും. ഇവർ മറ്റൊരാരും ചെയ്യാത്ത തനത്ത് അവർ തീരുമാനമെടുത്തു. കർത്താവ് അവരുടെ ജീവിതം ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ 1/2 മണിക്കൂർ പോയി അടുത്തുള്ള പള്ളിയിലിരിക്കും. പള്ളി 1/2 മണിക്കൂർ കർത്താവിൻ്റെ അടുത്തിരിക്കും. അപ്പോൾ നല്ല -44 ആണ് ടെമ്പറേച്ചർ. നമുക്കിപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ 19 രാവിലെ. മൂന്നാറിലൊക്കെ 6 ടെമ്പറേച്ചറാണ്, മൈനസല്ല കേട്ടോ, അത് പ്ലസ്സാണ്. എന്നിട്ട് നമ്മൾക്ക് എന്തെല്ലാം സ്വെറ്ററൊക്കെ ഇട്ടാണ് നമ്മൾ മൂന്നാറുകാരൊക്കെ ജീവിക്കണം അവിടെ ഇങ്ങോട്ടൊക്കെ വരണത്. ഇത് കാനഡയിൽ -44 0 വന്നിട്ട് പിന്നെ മൈനസിലേക്ക് പോവുകയാണ്. അപ്പോൾ ഐസ് കട്ടയായിട്ട് വീഴുന്ന സ്ഥലമാണ്. അത്രയും കിടുകിടുപ്പുള്ള സ്ഥലത്ത് ഇവർ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ഹിന്ദിക്കാരി വരും എടുത്ത്. അവിടെ പഞ്ചാബ് കോളനി ഉണ്ടെന്നാണ് പറയണത്. ഒരു ഹിന്ദിക്കാരി വരും, സാരി ഉടുത്ത് വരും. എന്ത് സാരി? ഈ സിൽവർ ഗ്രേയിലെ സാരി ഉടുത്തൊരു ഹിന്ദിക്കാരി വന്നു ചോദിക്കും, ചെടുത്തി വന്നു ചോദിക്കും, നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യണമെന്ന് ചോദിക്കും. അപ്പോൾ ടെസ്സി പറയും, എൻ്റെ ദൈവം ആ കൂടിൻ്റെ അകത്തുണ്ട്, ആ സക്രാരിലുണ്ട്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. ഓക്കെ വെൽ എന്ന് പറഞ്ഞാൽ അടി അടിച്ചു അവൾ പോകും. പിന്നെ അവളെ കാണത്തില്ല. ടെസ്സി പറയണത് ഈ ഹിന്ദിക്കാർ അവിടെ ഹിന്ദിക്കാർ കുറേ അകലെയാണ് പഞ്ചാബുകാരുള്ളത്. പക്ഷേ ഈ വയറൊക്കെ കാണിച്ച് നെക്കൊക്കെ തോളം ഈ -44 ആര് വരാനാ? അതാണ് ചോദ്യം. -44 തണുപ്പിൽ അത്രയും കൊടും ശൈത്യത്തിൽ ഈ സാരി എന്ന് പറയുമ്പോൾ നമുക്കറിയാവില്ല, കഴുത്ത് കാണും. നമ്മുടെ ഈ പട്ടാളക്കാരൊക്കെ ട്രക്കിങ്ങിൽ പോകണില്ലേ, അവർ ട്രക്കിനൊക്കെ പോകുമ്പോൾ അവർ അറിയാതെ എങ്ങാനും വണ്ടിയുടെ പുറത്ത് കൈ ഇട്ട് കഴിഞ്ഞാൽ കൈ കടിച്ചു പോകും, മരവിച്ച് അത്രയും ഒരു അവസ്ഥയിൽ. അപ്പോൾ അവർ പറഞ്ഞത് മനുഷ്യനല്ലെന്നാണ് പറയണത്. അമ്മയുടെ കളർ സാരി ഉടുത്ത് വന്നിരിക്കുകയാണ്. സംചാര സാന്നിധ്യമാണ്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയും, ഉടമ്പടിയിൽ നിങ്ങൾ ഉടമ്പടി വെടിപ്പായിട്ടാണ് ചെയ്യണത്, ദൈവത്തിന് വേണ്ടിയാണ് ചെയ്യണതെന്ന്. ഇപ്പം നിങ്ങൾക്ക് വേണ്ടിയാണ് പലരും ചെയ്യണത്. അതാണ് പ്രശ്നം. ദൈവത്തിന് വേണ്ടിയല്ല ചെയ്യണത്. നിങ്ങൾ കൃപാസനം പത്രം കൊടുക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയാണ്.
നിങ്ങളുടെ ജോലി കിട്ടാൻ വേണ്ടി എണ്ണി തികച്ച് ഇനി എണ്ണി നോക്കുമോ, ഇനി 10 പത്രം, ഇനി 6 പത്രം, ഇനി 4 പത്രം, ആശ്വാസം. പത്രത്തിൽ എണ്ണം കഴിയുന്തോറും ആശ്വാസം കൂടിയിരിക്കുകയാണ്. നിന്നോട് ആര് പറഞ്ഞ് ഈ തലവേദന എടുക്കുക വെച്ചേക്കാം? വല്ല കഥയുണ്ടാ? നീ വരെ പണിക്ക് പോകും. നിനക്ക് പറഞ്ഞിട്ടുള്ള അല്ല ഇത്. ഓരോ 10 പത്രം 15 പത്രം മേടിച്ചിട്ട് 5 എണ്ണം കൊടുത്തിട്ട് പോകും. ഇനി 10 എണ്ണേ ഉള്ളൂ, 10 എണ്ണം സമാധാനമായി. അപ്പോൾ പത്രത്തിൻ്റെ എണ്ണം കുറയുന്നതനുസരിച്ച് സമാധാനം ഉണ്ടാകേണ്ടത് മാനുഷിക സമാധാനമാണ്. യു ആർ നോട്ട് ഡൂയിങ് ദ ഡ്യൂട്ടി ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ജോലിയല്ല ചെയ്യണത്. നിൻ്റെ കാര്യം എന്തോ നേടാൻ വേണ്ടി സാങ്കേതികമായിട്ട് ദൈവത്തെ നീ വരച്ച വരെ കൊണ്ടുവരാൻ വേണ്ടി കുറേ അഭ്യാസങ്ങൾ കാണിക്കുകയാണ്. ഇതൊന്നുമല്ല ഉടമ്പടി. ഉടമ്പടി ദൈവസ്നേഹത്തോടെ ചെയ്യുന്ന, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു ജീവിതക്രമമാണ്. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, അമ്മയെപ്പോലെ ദൈവസ്നേഹം നിറഞ്ഞ്, ദൈവവിശ്വാസം നിറഞ്ഞ്, ദൈവത്തിൽ പ്രത്യാശ നിറഞ്ഞ്, സമർപ്പിക്കേണ്ട കാര്യത്തിലെ ദൈവത്തിന് സംഗ്രഹിച്ച് ദൈവത്തിന് സാരസംഗ്രഹമായി കണ്ട് മഹത്വപ്പെടുത്തി ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. സാഹചര്യങ്ങളില് അമ്മയെ പോലെ ഹൃദയത്തെ സംഗ്രഹിച്ചു കൃപാസനത്തിൻ്റെ അമ്മേ, നിസ്സാരവരമാതാവേ, വാഗ്ദാനപേടകമേ, സ്വർഗീയ പൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, നിസ്സാരവരമാതാവേ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഞാൻ നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞത് എന്താണെന്ന് അറിയാവോ? ഒരാൾ മാതാവിനെ കണ്ടാൽ പോരാ. ഉടമ്പടി എടുക്കുന്ന എല്ലാവർക്കും അതിന് അവകാശമുണ്ട്. നിങ്ങളെ ആ ഒരു ലൈനിലേക്ക് വരാൻ വേണ്ടിയാണ്. കാര്യം നമുക്ക് ഞെട്ടിപ്പിക്കുന്ന എക്സ്പീരിയൻസ് അല്ലേ ഉടമ്പടിയിലുള്ളത്. ഞാനിങ്ങനെ ഓർക്കിയിരുന്നേ, ഇത് ഈ വലിയൊരു ദൈവികമായ രഹസ്യം വെളിപ്പെട്ട് കിട്ടാൻ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത് എന്തോ ഒരു വലിയൊരു കാര്യമാണ്. അതുപോലെ നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങൾ പുതിയ ലോകത്തേക്കും ജീവിതത്തിലേക്കും ജീവിതക്രമത്തിലേക്കും ദൈവം നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിനോട് പറഞ്ഞ് പഠിപ്പിക്കണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വിനീത് വർഗീസ് നല്ലൊരു സാക്ഷ്യമാണ്. വർഗീസിൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്, വർഗീസ് ഒരു ബിസിനസ് മാനാണ്. ബിസിനസ്സുകാർ കേൾക്കുന്നത് നല്ലതാണ് കേട്ടോ. വർഗീസ് തിരുപ്പൂരാണ് ബിസിനസ് ചെയ്യണത്. അപ്പോൾ അയാളുടെ കുറച്ച് സ്വാധീനത്തിൽ ഈ ടെക്സ്റ്റൈൽ എക്സ്പോർട്ടാണ്. ഇസ്രയേലിലെ ഒരു കമ്പനിയുമായിട്ട് ടെക്സ്റ്റൈൽ എക്സ്പോർട്ടാണ്. വസ്ത്രം കയറ്റിയേക്കുന്നതാണ്. അപ്പോൾ അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾക്ക് കുറച്ച് ഹൈക്ക് കിട്ടി, കമ്പനി പച്ചപിടിച്ചു, നല്ല ഓർഡർ കിട്ടി, നല്ല ലാഭം കിട്ടി. അപ്പോഴെന്നാ പറ്റി? വർഗീസിനെ അവർ ചവിട്ടി പുറത്താക്കി. അതാണ് എല്ലായിടത്തും പ്രശ്നം. അതാണല്ല, നമ്മുടെ കൊണ്ട് കാര്യം കണ്ടു കഴിയുമ്പോൾ പിന്നെ പിശാച് കയറി അവരത് ഒതുക്കി കളയുക. അപ്പോൾ വർഗീസ് ഇവിടെ വന്നിച്ചും ഉടമ്പടി എടുത്തുവെച്ച് എന്നെ കണ്ട്, എമർജൻസി കേസായ കാരണം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, നിന്നെ ഒന്നും ചവിട്ടി പുറത്താക്കത്തില്ല, നീ മര്യാദയ്ക്ക് അമ്മയുടെ കൂടെ നിന്നാൽ മതി. നീ ഒന്നും ചവിട്ടി പുറത്താക്കത്തില്ല. കാര്യം അമ്മ വിചാരിക്കാതെ, കമ്പനിയല്ല ഈ ബിസിനസ് ഒന്നുമല്ല, അമ്മയല്ലേ. അപ്പോൾ നീ ഈ കാശുരം കൊണ്ടേ ഒന്നും അവരുടെ സംസാരിക്കണ്ട, ഞാനൊരു കാശുരം കൊണ്ടേ കൊടുത്തു, നീ ഒരു വിശ്വാസപ്രമാണം ചൊല്ലി ഈ കാശുരം കൊണ്ടേ കമ്പനി വെച്ചാൽ മതി, ബാക്കിയെല്ലാം അമ്മ ചെയ്തോളൂ എന്ന് പറഞ്ഞു. കാര്യം അത് നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാനാണ്, അല്ലാതെ കാശുരൂപത്തിലെ വലിയ തന്ത്രങ്ങളുണ്ടായിട്ടല്ല. നിങ്ങളങ്ങനെ തെറ്റിദ്ധരിക്കരുത്. കൃപാസനത്തിൻ്റെ ഒരു നേർച്ച വസ്തുക്കളും നിങ്ങൾ വേറെ ചില വിശ്വാസങ്ങളില്ല വസ്തുക്കളുമായിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇതെന്ന് പറയണത് മുഴുവൻ, ഇതിൻ്റെ ശക്തി മുഴുവൻ ഇരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്, അല്ലാതെ ആ വിഷയത്തിലല്ല. നിങ്ങൾ ഉപ്പിട്ട് അതുപോലെ തന്നെ നിങ്ങൾ കാശുരം വെച്ചെന്നൊക്കെ പറയുമ്പോഴേ
അതിൻ്റെ വിഷയം മുഴുവനും ക്രിസ്ത്യാനിറ്റിയിൽ അതിൻ്റെ മുഴുവൻ ആക്ഷൻ നടക്കുന്നത് ആ വസ്തുവിലല്ല, വ്യക്തിയിലാണ്. വ്യക്തിയുടെ ഹൃദയത്തിലാണ് നടക്കുന്നത്. യേശു കർത്താവാണെന്ന് ആദരം കൊണ്ട് ഏറ്റു പറയണത് വ്യക്തിയാണ്, അല്ലാതെ കാശുരൂപമല്ല. യേശു കർത്താവാണ്, അവനെ മരിച്ചവെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്, അല്ലാതെ കാശുരൂപമല്ല. അതൊരടയാളമാണ്. നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാനുള്ള ബാഹ്യമായ ഒരു അടയാളമാണ്. ഈ ബാഹ്യ അടയാളം ഉടമ്പടിയുടെ ഭാഗമാണ്. ജ്ഞാപനങ്ങൾ നേരത്തെ എത്രയോ വർഷം മുമ്പ് ഉടമ്പടി കാലത്ത് യഹൂദന്മാർ കെട്ടി നെറ്റിക്കൊണ്ട് നടന്നതാണ്. അത് അവിടെ ഹൃദയത്തിൽ ക്ഷമ പ്രേയറുണ്ട്. ഹിയറോ ഇസ്രയേൽ, ദ ലോർഡ് യുവർ ഗോഡ് ഈസ് വൺ ലോർഡ്, യു ഷൽ ലവ് യുവർ ലോർഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട് എന്ന് പറഞ്ഞപ്പോൾ യഹൂദൻ കിടന്ന് അലറി വിളിച്ച് വിശ്വാസം പ്രഖ്യാപിക്കുന്ന ക്ഷമ പ്രേയറുണ്ട്. അത് ഉറക്ക പ്രഖ്യാപിക്കുന്നതിൻ്റെ അടയാളമായിട്ടാണ് അവൻ നെറ്റിയിൽ അത് കൊണ്ടു നടക്കുന്നത്, ആ തകിട് കെട്ടിക്കൊണ്ട് നടക്കുന്നത്. അതുപോലെ ഞാൻ നിങ്ങൾക്കൊരു ആശീർവാദം തന്നിരിക്കുകയാണ്. അതിലെ മുഴുവൻ പവർ ഒന്ന് കൃപാസനത്തിൽ, ഒന്ന് നിൻ്റെ ചങ്കിലുമാണ് ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? അതിലാണ് നീ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയണത്, ഇത് കൈമാറ്റം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളുണ്ടാകണമെന്ന്. കാരണം വസ്തുവിലല്ല, ആ വസ്തുവിനെ ഉപയോഗിക്കാൻ അറിയാൻ പാടില്ലാത്തവരാണെങ്കിൽ അത് റെസ്പോണ്ട് ആകത്തില്ല. അപ്പോൾ അത് വളരെ സീരിയസ് വിഷയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, വർഗീസ് നീ ഇത് കൊണ്ടുപോയി അവിടെ വെക്ക്, ബാക്കി അമ്മ ചെയ്തോളൂ എന്ന് പറഞ്ഞു. ആ വെച്ച് അരമണിക്കൂർ കഴിഞ്ഞ് അപ്പം തന്നെ കമ്പനിയുടെ വിഷയങ്ങളെല്ലാം മാറി. അവനെ ചവിട്ടിപ്പുറത്താക്കിയിരുന്ന ആ പാർട്ടിയാണ് അവനെ തിരിച്ചു വിളിച്ച് ക്ലിയറാക്കി വീണ്ടും കമ്പനി റീസെറ്റ് ചെയ്ത്, എന്നിട്ട് പിന്നെ അവസാനം ഇവിടെ വരുന്ന വിഷയം വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കോടി ബിസിനസ്സാണ് ചെയ്യണത്? 5 കോടിയുടെ ബിസിനസ്സാണ് ചെയ്തിരിക്കണത്. ഇവിടെ വരുമ്പോൾ സീറോയിലും തുടങ്ങിയ ആളല്ലേ, അത് കണ്ടു കഴിഞ്ഞാൽ ഒരു ബിസിനസ്മാനാണെന്ന് പറയത്തില്ല. നമുക്ക് കേരളത്തിൽ 50 ലക്ഷത്തിൻ്റെ ബിസിനസ് ചെയ്താൽ പിന്നെ അവൻ BMW കൃപാസനത്തിൽ പോലും വരത്തുള്ളൂ. അതല്ലേ പ്രശ്നം. മലയാളിനെ സഹായിക്കാൻ വലിയ പാടാണേ. മലയാളി 50 ലക്ഷത്തിൻ്റെ ബിസിനസ് ചെയ്താൽ മതി, അപ്പം തന്നെ മറ്റേ റൈമാൻ ക്ലാസ്സും വെച്ച് BMW വന്നിറങ്ങി വിടാം. അടിപൊളി പരിപാടി. എൻ്റെ മക്കളെ, അവിടെ നിന്ന് ദാസിയുടെ വിനീതാവസ്ഥ തെക്കാൻ പാർത്തു. കൃപ വർക്ക് ചെയ്യണത് വിനീതാവസ്ഥയിലാണ്. ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ലേ? ഞാൻ ബിസിനസ്മാനാണ്, അപ്പോൾ എൻ്റെ റാങ്ക് എൻ്റെ സ്റ്റാറ്റസ് ഉണ്ട്, അതനുസരിച്ചിട്ട് ചെന്നാൽ ബാങ്കുകാർ ലോൺ ചെയ്യും. നീ എന്തെങ്കിലും കുന്ത്രാണ്ടം പറഞ്ഞോ, പക്ഷേ ദൈവത്തിന് മുമ്പിൽ നീ അഭ്യാസം കാണിക്കരുത്. ദൈവത്തിന് മുമ്പിൽ താഴ്മയോടെ, ദൈവ തിരുസന്നിധിയിൽ തെളിമയോടെ നിൽക്കും. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ആരാധന, ആരാധന. ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. അവൻ പറയുന്നത് ചെയ്തിടുവിൻ, ജീവിതം ധന്യമായി തീർന്നിടും. അവൻ പറയുന്നത് ചെയ്തിടുവിൻ, ജീവിതം ധന്യമായി തീർന്നിടും. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. 1 പത്രോസ് 5:6. 1:10 ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ, പറഞ്ഞ ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. ഇതാണ് അവിടുന്ന് ഉയർത്തുന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ദൈവത്തിൻ്റെ ഒരു സമയത്താണ്. വർഗീസിൻ്റെ വിഷയം എന്താണ്? വിനീത് വർഗീസ് എന്താ ചെയ്യണത്? വിനീത് വർഗീസിനോട് ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ തിരുപ്പൂരെന്ന് കൂട്ടുകാരെ വിളിച്ച് ചോദിക്കണം, എടാ ഓർഡർ വന്നാ? ഓർഡർ വന്നു. എത്ര ലക്ഷത്തിൻ്റെ? 5 കോടിയുടെ. ഞങ്ങളാണല്ലോ ഓണേഴ്സുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇതാണ് വിഷയം. തിരുപ്പൂരത്തുള്ള ഓണേഴ്സ് രാവിലെ മുതൽ ഇൻ്റർനെറ്റിൽ അവർ ഓണറുമായിട്ട്, ഇസ്രയേലിലെ ഓണറുമായിട്ട് ഡിസ്പ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓർഡർ ലഭിക്കുന്നതിനെക്കുറിച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഓർഡർ വന്നിരിക്കുന്ന ആരുടെ അക്കൗണ്ടിലാണ്? വർഗീസിൻ്റെ അക്കൗണ്ടിലാണ്. ഉടനെ വർഗീസ് തിരിച്ചടിച്ചു,
നിങ്ങൾ ഓണർമാരുമായിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ എൻ്റെ അമ്മയുമായിട്ടാണ് സംസാരിച്ചത്. കൈ ഇടിച്ച് കർത്താവ് ഹല്ലേലൂയ ഹല്ലേലൂയ. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാവരും എഴുന്നേൽക്കുക. ഉടമ്പടി ഒരു സമീപനമാണ്. എല്ലാ വിഷയങ്ങളിലും ഉടമ്പടി വിഹിതമായ ചില സമീപന രീതികളുണ്ട്. അതിൻ്റെ ടിപ്പിക്കൽ എക്സാമ്പിൾസ് ആണ് ആഷ്ലി, അതുപോലെ തന്നെ നിതിൻ, ഇപ്പോൾ നമ്മൾ കേട്ട വർഗീസ്. ഇവരെല്ലാം സീറോ ബാലൻസ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ അവരെ ദൈവം ഉയർത്തി. കാര്യം അവർ മരിയൻ മോഡ് ഓഫ് ഓപ്പറേഷനാണ് ഉടമ്പടിയിൽ വേണ്ടത്, അല്ല നിങ്ങളുടെ മോഡല്ല. മരിയൻ മോഡ് ഓഫ് ഓപ്പറേഷൻ. അമ്മ എങ്ങനെയാണിത് ചെയ്തത്? അമ്മ കൈവരിച്ച മനോഭാവം, അമ്മയുടെ നിലപാട്, അമ്മയുടെ നയം, അമ്മയുടെ സ്വഭാവം, അമ്മയുടെ സമ്പ്രദായം, അമ്മയുടെ സംസ്കാരം എല്ലാം ഉടമ്പടി ഒരു കൾച്ചറാണ്. ഉടമ്പടി ജീവിതം ഒരു ആത്മീയമായ മരിയൻ സാംസ്കാരിക ജീവിതമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാ മക്കളും ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, രോഗമുള്ളിടത്ത് നിങ്ങൾ കൈകൾ ദൈവനാമത്തിൽ വെക്കുക. രോഗമുള്ളിടത്തെല്ലാം നിങ്ങളുടെ കൈകൾ ദൈവനാമത്തിൽ വെക്കുക. കുറേ രോഗമുള്ളവരെ കൈകൾ പിണച്ച് സർവാംഗം ബോഡി ദൈവത്തിന് ഏൽപ്പിച്ചുകൊണ്ട് കൈ പിണച്ച് നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിക്കുക. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസപ്രമാണമോ സ്തുതിപ്പോ ചെയ്യാവുന്നതാണ്. അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അപ്പോഴെല്ലാം ഭാഷാപരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ ശ്രദ്ധിക്കട്ടെ. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന, ഇപ്പോഴിവിടെ പ്രാർത്ഥിക്കുന്നവരും തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവരും ഓൺലൈനായ വിവിധ ഭൂഖണ്ഡങ്ങളിലും രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിലും ജില്ലകളിലും പ്രാർത്ഥിക്കുന്നവരും കർത്താവേ, അങ്ങയുടെ തിരുമുറുവാർന്ന വലതുകരം, ആണിപ്പഴുതാറുന്ന അത്ഭുതകരം അവരുടെ ശിരസിൽ വെക്കണം. പ്രാർത്ഥിക്കുന്ന ശിരസ് വേദനയുള്ളവരെ ഈശോനാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, ആ രോഗം വിട്ടുമാറട്ടെ. തൊണ്ടവേദനയുള്ളവർ, ടോൺസൈറ്റ് രോഗികൾ, തൈറോയ്ഡ് രോഗികൾ, സ്പോണ്ടിലോസിസ് അസുഖമുള്ളവരെ, 36 കൊല്ലത്തെ പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷ ബലത്തിൽ പ്രാർത്ഥിക്കുന്ന ആ രോഗം നിങ്ങളെ വിട്ടുമാറട്ടെ. ശ്വാസകോശ രോഗികളെ, കൈകാലുകൾ പൊങ്ങാത്തവരെ കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ഹൃദയ രോഗികളെ, ശ്വാസകോശ രോഗികളെ, കിഡ്നി രോഗികളെ, തൈറോയ്ഡ് രോഗികളെ, ഉദര രോഗികളെ, പിസ്റ്റുല രോഗികളെ, പിസിഒഡി രോഗികളെ, ഹൃദയ രോഗികളെ, പാൻക്രിയാസ് രോഗികളെ, കർത്താവ് അസ്ഥിപഞ്ജരങ്ങളിലും മാംസപേശികളിലും മരയിപ്പുള്ളവരെ, രക്താർബുദക്കാരെ, കർത്താവെ ഇപ്പം കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന അസ്ഥി ഉരുക്കമുള്ളവരെ, അസ്ഥിക്ക് തേയ്മാനമുള്ളവരെ, ഹൃദയ രോഗമുള്ളവരെ, കരൾ രോഗമുള്ളവരെ, കർത്താവേ നിന്റെ വിശുദ്ധമായ തിരുമുറമ്പാർന്ന വലതുകരം മക്കൾ വെക്കണമേ. ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവ് 36 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്തിലെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മ നാമത്തിലെ മാരക രോഗങ്ങൾ, തിരാവേദികൾ ദൈവനാമത്തിൽ വിട്ടുമാറട്ടെ. മഹത്വം ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാ രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രക്തത്താൽ കഴുകി എല്ലാ മക്കളെയും സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സുഖമായി എൻ്റെ ഉള്ളം
അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായി എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, ഇത് കൃപാസനമാണ്. നിങ്ങളെ ദൈവമാണ് കൊണ്ടുവന്നത്. നിങ്ങളുടെ കണ്ണീരിൻ്റെ കാലത്ത് അമ്മ മാതാവ് നിങ്ങളുടെ കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടുവന്നാണെന്നുള്ള ബോധ്യം ഉണ്ടായാൽ മാത്രം മതി. കാര്യം നമ്മുടെ മുമ്പിലുള്ള ആസ്തി ഭദ്രത എന്ന് പറയുന്നത് 10,000-കണക്കിന് അനുഭവങ്ങളാണ്, 10,000-കണക്കിന് സാക്ഷ്യങ്ങളാണ്. അത് തന്നെ നാളെ നിനക്കും സാക്ഷ്യം പറയാനൊരു വേദി ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഓർക്കുക, കൈ ഇടിച്ച് കർത്താവിനെ കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട്. ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്, വീടില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്, പാകുടമ്പടി നടക്കാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്, ഓഫർ ലെറ്റർ വന്നിട്ട് വിസ വരാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്, പരീക്ഷ എഴുതിപ്പോയ പരീക്ഷയെക്കുറിച്ച് വേദിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്, പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്, സർവീസ് പ്രോബ്ലം ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്, വിദേശത്തേക്ക് യാത്ര ചെയ്യാൻ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്, വിദേശ ജോലിയിൽ അങ്കലാപ്പവും വിഷമവും അനുഭവിക്കുന്നവർക്ക് വേണ്ടിയും അതെങ്ങനെ പരിഹരിക്കുമെന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന സമയമാണ്, വിവാഹം കഴിക്കാത്തവർക്ക് വേണ്ടിയും വിവാഹം ലഭിക്കാത്തവർക്ക് വേണ്ടിയും മക്കളില്ലാത്തവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന സമയമാണ്. ശ്രദ്ധിക്കട്ടെ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവേ, ഇതിന് ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവേ, ഇതിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 36 വർഷം അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസമത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ ജീവിത ദുരിതങ്ങൾ, ജീവിത തകർച്ചകൾ യേശുനാമത്തിന് ഈ നിമിഷം അറുതി വരട്ടെ. എല്ലാവിധ വേദനകളും നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്, നമ്മുടെ ഭാരങ്ങളാണ് അവൻ ചുമന്നത്. നമ്മുടെ ദുഃഖങ്ങൾക്ക് വേണ്ടി അവന് ഫലമേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ പാപങ്ങളെ ഓർത്ത് അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. കർത്താവേ, ഞങ്ങളുടെ ദുഃഖങ്ങളും ഭാരങ്ങളും ചുമന്ന നിന്റെ നാമത്തിലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെ ജീവിതത്തിൻ്റെ ഭാരങ്ങളും കടങ്ങളും സാമ്പത്തികമായ അവസ്ഥകളും ജപ്തി നടപടികളും ഒക്കെ വ്യത്യസ്തമായ അനുഭവങ്ങളുള്ള എല്ലാ മക്കളുടെ അനുഭവങ്ങൾ യേശു ക്രിസ്തു ചുമലിലേക്ക് കയറ്റിവെച്ചുകൊണ്ട് കർത്താവേ, ആശ്വാസത്തിന് കൃപാവരങ്ങളെ മക്കളെ വിടുവിക്കണമേ. ശ്രദ്ധിക്കട്ടെ. എന്തെങ്കിലും വിഷയം മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും മൗനമായി പ്രാർത്ഥിക്കേണ്ടതാണ്. സമാപനാശീർവാദത്തിന്റെ സമയമാണ്. നമ്മുടെ എല്ലാ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന വിഷയങ്ങളും അതുപോലെ തന്നെ നമ്മളിപ്പോൾ മനസ്സിനെ വിഷമിപ്പിക്കുന്ന എല്ലാ വിഷമസന്ധികളെയും പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ശിരസ് നമിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ആവേ 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 മരിയ, ആവേ 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 മരിയ.
അറിയിപ്പുകൾ. ഒന്നാമത്തെ അറിയിപ്പ് ശ്രദ്ധിക്കുക. എല്ലാ ദിവസവും കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുന്നതിനും പുതുക്കുന്നതിനും സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. രണ്ടാമത്തെ അറിയിപ്പ്, ഉടമ്പടി എടുക്കാനും പുതുക്കാനുമുള്ള ഫസ്റ്റ് ബാച്ച് കൃപാസനത്തിലെ ക്ലാസ്സിന് കയറുന്നത് രാവിലെ 7 മണിക്കാണ്. 7 മണിക്ക് കയറി കഴിഞ്ഞാൽ ഉടനെ ഗേറ്റ് ക്ലോസ് ചെയ്യും. പിന്നെ ആരെയും കയറ്റത്തില്ല. അവർ സെക്കൻഡ് ബാച്ച് നിൽക്കുന്നവരെ 10:30 മണിക്കാണ് സെക്കൻഡ് ബാച്ച് ഉടമ്പടി എടുക്കാനും പുതുക്കാനുള്ളവർ. തേർഡ് ബാച്ച് 2 തൊട്ട് 2:30. 2:30 വന്ന 2:30 ഗേറ്റ് ക്ലോസ് ആകും. പിന്നെ നിങ്ങളുടെ 2:45 വന്നിട്ടും 2:35 വന്നിട്ടും കാര്യമില്ല. നാളെ വരാൻ പറയും. കാര്യം ക്ലാസ് പൂർണ്ണമായിട്ട് കൂടാതെ ഉടമ്പടി ചെയ്തിട്ടും കാര്യമില്ല. പല ആൾക്കാർ ഇങ്ങനെ ഒത്തിരി പ്രാവശ്യം വരുന്നതിൻ്റെ കാരണം കൃത്യമായിട്ട് ഉടമ്പടി മനസ്സിലാക്കാതെ ഉടമ്പടി ചെയ്തിട്ടാണ്. അല്ലെങ്കിൽ നേരത്തെ സാക്ഷ്യം പറഞ്ഞ് നിങ്ങൾക്ക് അവസാനിപ്പിച്ച് പോകാൻ പറ്റുമായിരിക്കും. അതുകൊണ്ട് ദയവായിട്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മൂന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ രോഗികളൊക്കെ ഞാൻ ആൾക്കാരെ കാണുന്നത് 10:30 മണിക്കാണ്. അപ്പോൾ നേരത്തെ ഉടമ്പടിക്ക് എടുത്ത് പുതുക്കി അല്ലെങ്കിൽ ഉടമ്പടി എടുത്ത് ആ രേഖകളൊക്കെ കാണിച്ച് ചീട്ടൊക്കെ വാങ്ങിച്ച് നിൽക്കുന്നവർ 10:30 തൊട്ട് ആദ്യം രോഗികളെ കാണും. അവർ ഡാലിയ യെല്ലോ ചീട്ടാണ് കൊടുക്കണത്. സെക്കൻഡ് സെഷനിലെ പരീക്ഷക്കാർ കാണാം. പ്രൊഫഷണൽ പരീക്ഷ 10ാം ക്ലാസ്സുകാരൊന്നുമല്ല, പ്രൊഫഷണൽ പരീക്ഷയുടെ വരെ കാണാം. അവർക്ക് ഓറഞ്ച് ചീട്ടാണ് കൊടുക്കുന്നത്. മൂന്നാമത്തെ സെഷനിൽ ജപ്തി നടപടിക്കാരെ കാണാം. നാലാമത്തെ സെഷനിൽ ബ്ലെസ്സിങ്സ് ആവശ്യമുള്ളവരെ മാത്രം കാണാം. അവർ യാത്ര ചെയ്ത് പോകുന്നത് കൊണ്ട് ബ്ലെസ്സിങ്സ് ആവശ്യമായിട്ട് വന്നു വരുന്ന ആൾക്കാരുണ്ട്. അഞ്ചാമത്തെ സെഷനിൽ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ പ്രയാസം അനുഭവിക്കുന്നവരെ കാണാം. വീട്, ജോലി, വിവാഹം, സർവീസ് പ്രോബ്ലംസ്, അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും. അങ്ങനെയാണ് അപ്പം വെള്ളച്ചീട്ട കൊടുക്കുന്നത്. അതെല്ലാം ഫസ്റ്റ് സെക്ഷൻ ഒരു രാവിലെ മുതൽ തന്നെ കൊടുക്കാൻ തുടങ്ങും. ഒരു 9 മണിയാകുമ്പോൾ തന്നെ ചീട്ട് കൊടുക്കും. ഉച്ചക്കുള്ള ഓർക്കേണ്ടതാണ്, ഈ സെക്കൻഡ് സെഷനിലെ പ്രാർത്ഥനയ്ക്ക് ഇപ്പം ആദ്യ പ്രാർത്ഥനയ്ക്ക് കൂടുന്നവർക്ക്, ആദ്യം 7 മണിക്ക് കൂടുന്നവർക്ക് അച്ഛനെ കണ്ടുപോകാനുള്ള എമർജൻസിക്കാർക്ക് ഉള്ളു കേട്ടോ, സമയമുണ്ട്. പക്ഷേ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട, ഈ മൂന്നാമത്തെ സെഷനിൽ വരുന്ന ആൾക്കാരില്ലേ 2 മണിക്ക്, അവർ താഴെ ഇറങ്ങുമ്പോൾ തന്നെ ആൾത്താരെല്ലാം ശുശ്രൂഷ തീർന്നിരിക്കും. പിന്നെ അവർക്ക് ചീട്ട് കിട്ടത്തില്ല. അപ്പോൾ ഈ ഫസ്റ്റ് ക്ലാസ്സിൽ സെക്കൻഡ് ക്ലാസ്സിൽ വരുന്നവർക്കാണ് ചീട്ട് കിട്ടുന്നത്. അപ്പോൾ അച്ഛനെ കാണണ്ടാത്ത കാര്യമില്ല ഉള്ള ഒത്തിരി പേരുണ്ട്. കാര്യം എന്തുമാത്രം ഉടമ്പടി ചെയ്തെങ്കിലും ഇന്ന് വരെ അച്ഛനെ കാണണമെന്ന് പറയാത്ത ഒരു 10,000 ആൾക്കാരുണ്ട്. അവർ സ്വസ്ഥമായിട്ട് വന്ന് പ്രാർത്ഥിച്ചും ഉടമ്പടി ചെയ്തും അതിൻ്റെ കാര്യത്തിൽ ചെയ്തുകൊണ്ട് ഓരോ കാര്യങ്ങൾ ദൈവം ചെയ്തു കൊടുക്കേണ്ട ഒരു കുഴപ്പമില്ല. ഈ സാക്ഷ്യം പറയുന്നതിൽ പകുതി 3/4 പേര് അങ്ങനെയുള്ള ആൾക്കാരാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി രോഗികൾക്ക് കാണണമെങ്കിൽ സ്ട്രെച്ചറേ വന്ന രോഗികളാണ്, വീൽചെയറേ വന്ന രോഗികൾ വരേണ്ടത്. ചീട്ടൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഈ നിത്യാനഗന്ധ പുറകിലാണ് വരേണ്ടത്. അപ്പോൾ സ്വസ്ഥമായിട്ട് അവർക്ക് പ്രാർത്ഥിച്ച് പോകാൻ പറ്റും. അവിടെ കയ്യിൽ പ്രാർത്ഥിക്കാനുള്ള ചീട്ടുണ്ടാകണം. ഓഫീസിലെ ഹൈ എമർജൻസിയുടെ രേഖകൾ കൊടുത്താലാണ് നിങ്ങൾക്ക് ചീട്ട് കിട്ടണത്. നിങ്ങളുടെ വിഷയം കാണിക്കുന്ന രേഖകൾ, സംസാരിച്ചിട്ട് കാര്യമില്ല. കുറേ പേരൊക്കെ നിലവിളിച്ചൊക്കെ പോവും. കൈ ചീട്ടിലോ ഒന്നുമില്ല. അങ്ങനെ നിലവിളിച്ചാൽ അവരാരും മൈൻഡ് ചെയ്യത്തില്ല. കാര്യം അങ്ങനെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ ഒരു രീതിയുണ്ട്, സത്യമായിരിക്കണം കാര്യം. ആ സത്യമായിരിക്കണം, അതിന് രേഖ ഉണ്ടാകണം. കാര്യം എന്തുമാത്രം ആൾക്കാർ ഉടപെടുക്കുന്നതാണ്. അതിനകത്ത് ഓരോരുത്തരുടെ വാക്ക് കേട്ടിട്ടൊന്നും അല്ല കാര്യങ്ങൾ ചെയ്യേണ്ടത്. അവിടെ കയ്യിലുള്ള രേഖ നോക്കിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ജപ്തി നടപടിയാണെങ്കിൽ ജപ്തിയുടെ പേപ്പർ കയ്യിലുണ്ടാകണം. അത്രയേ ഉള്ളൂ കാര്യം. ന്യായമായ കാര്യമാണത്. രാജ്യം വിട്ടു പോകുകയാണെങ്കിൽ വിമാന ടിക്കറ്റ് കയ്യിലുണ്ടാകണം. രാജ്യം വിട്ടു പോകണമെന്ന് പറഞ്ഞ് നിലവിളിച്ചതിൻ്റെ വല്ല കാര്യമുണ്ട്. വിമാന ടിക്കറ്റ് കാണിക്കാൻ പറയും. അപ്പോൾ അതൊക്കെ ന്യായമായ കാര്യങ്ങളാണ്. നിങ്ങൾ ഇവിടെ വരുമ്പോൾ അച്ഛനെ കാണേണ്ടതൊരു മസ്റ്റല്ല. പക്ഷേ കാണണമെന്ന് നിങ്ങൾ ശട്ടം പിടിച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ കറസ്പോണ്ടൻറ്റ് രേഖകൾ അവിടെ വെക്കണം. അത്രയേ ഉള്ളൂ. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഉടമ്പടി ധ്യാന കേന്ദ്രമാണ്. ഉടമ്പടി വിധിപ്രകാരമുള്ള ശുശ്രൂഷകൾ മാത്രമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അത് ഓർത്തേക്കണം. അപ്പോൾ ഒരു തീർത്ഥാടന കേന്ദ്രമല്ല. അതുകൊണ്ട് ഉടമ്പടിയിൽ ഉള്ള ആൾക്കാർ, ഉടമ്പടിയിലുള്ളവരെ തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റണില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഉടമ്പടിയിലുള്ള ആൾക്കാരെ പോലും കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റണില്ല. ഇവിടുത്തെ തിരക്ക് നിങ്ങൾ കാണാമല്ലോ. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഒരു ഉടമ്പടി ഇല്ലാത്ത ആൾക്കാരൊക്കെ മാതാവിൻ്റെ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് പോവുക, നെത്തെ പോവുക, കാത്തു നിൽക്കരുത് ഒരു കാര്യത്തിനും വേണ്ടി. അപ്പോൾ ശ്രദ്ധിക്കുക.
പിന്നെ തീർത്ഥാടകർക്ക് വേണ്ടി ഇവിടെ മാതാവിൻ്റെ മുറികൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതിനകത്ത് പങ്കെടുക്കാവുന്നതാണ്. അമ്മയ്ക്കൊരു ഭവനം, എൻ്റെ സ്വന്തം പ്രാർത്ഥനാ മുറി. അപ്പോൾ 5 വർഷത്തേക്ക് നിങ്ങൾക്ക് ആ മുറി 4 വർഷം പ്രതി 4 ദിവസം വെച്ച് ഫ്രീ ആയിട്ട് കിട്ടും. അതാണ് പ്രോജക്റ്റ്. 94 47 69 68 15 നമ്പറിൽ വിളിക്കുക. കൃപാസനത്തിൽ ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 82 81 29 75 11 നമ്പറിൽ വിളിക്കുക. 2ാം ചൊവ്വാഴ്ച ഇതര സംസ്ഥാനങ്ങളിലുള്ളവർക്ക് വേണ്ടിയുള്ള കൗൺസിലിംഗ് പ്രത്യേകം ഉണ്ടായിരിക്കുന്നതാണ്. വിജയകുമാരൊക്കെ ഉണ്ടാകുന്നത് 2ാം ചൊവ്വാഴ്ചയാണ്. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൃപാസനത്തിൽ നിന്നും പറഞ്ഞ് ആര് വന്നാലും സാമ്പത്തികമായ ഒരു ഇടപാടുകളും ആരുമായിട്ട് നിങ്ങളുണ്ടാവരുത്. അങ്ങനെ കൃപാസനം ആഗ്രഹിക്കുന്നില്ല, കൃപാസനം അങ്ങനെ ചെയ്യുന്നുമില്ല. ലോകത്തിൽ എവിടെ ഇരുന്ന് അമ്മയുടെ മുമ്പിൽ തിരികെത്തിക്കുന്നതിന് വേണ്ടി www.krivasanam.com ഡയറ്റക്കാൻ്റെ പേര് റിക്വസ്റ്റ് ചെയ്യുക.